ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൺസെറ്റ് കാണാൻ ഇറങ്ങിയാണ് കേട്ടോ. വന്ന വഴി ഒരു രക്ഷയില്ല. ഹൈവേ പോലീസ് വന്ന വഴി നിങ്ങൾ തന്നെ കണ്ടോ. എൻ്റെ ഫ്രണ്ടിൽ മൊത്തം എൻ്റെ പൊന്നോ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക്. ഇവിടെയൊക്കെ ഞാൻ ജെറ്റ് വിട്ടാണെങ്കിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാൻ പയ്യ, ഭയങ്കര തിരക്ക് കേട്ടാ. എന്തിനാണ് സംഭവം? അല്ല ആക്സിഡൻറ്റ് നടന്നാലും വല്ല മന്ത്രിമാരും പറഞ്ഞാൽ ഒന്നും അറിയാൻ പയ്യ, ഒടുക്കത്തെ തിരക്ക് കേട്ടാ. സാധാരണ ഈ സമയത്ത് ഇത്രയും തിരക്കൊന്നും ഇവിടെ പറഞ്ഞതല്ല, ഭയങ്കര തിരക്ക്. എന്തൊക്കെയോ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ആരാണോ എന്താണോ ഒന്നും അറിയാൻ പറ്റും. ഒടുക്കത്തെ തിരക്കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നേരം ഇവിടെ കിടന്നു. എത്ര സമയം ഇവിടെ കിടന്നെന്ന് അറിയാമോ? 5-7 ആയി ഏട്ടാ. എത്ര നേരത്തെ പെടാപ്പാടാന്നറിയാമോ ഇവിടെ കിടന്ന്. ഇതൊന്നും അല്ലേ, ഇപ്പം ഇത്തിരി മൂവിങ് ഉണ്ട്. അങ്ങോട്ട് ബാക്കിലോട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ല, അമ്മാതിരി തിരക്ക്. നമുക്ക് സൈഡ് പിടിച്ചൊക്കെ അങ്ങ് പോവാം. ഓട്ടോക്കാരൻ കയറിയിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം തിരക്കാണെന്ന്. ഒരുവിധം ട്രാഫിക് ബ്ലോക്കിൽ നിന്നൊക്കെ ചാടി ഇങ്ങ് കടന്ന് ഇപ്പുറത്ത് വന്നു കേട്ടാ. അപ്പോൾ എൻ്റെ സൺസെറ്റ് കാണൽ ഇന്നത്തെ സൺസെറ്റ് മൊണ്ടിയാവും, എനിക്ക് ഉറപ്പാണ്. 5:15 എത്ര നേരം ബ്ലോക്കിൽ കിടന്നതെന്നറിയാമോ? ഞാനൊരു 4 മണിക്കുള്ളിൽ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഒരു അരമണിക്കൂർ കൂടുതൽ ഞാൻ അവിടെ കിടന്ന് ആ ബ്ലോക്കിൽ. എൻ്റെ മോനെ, എൻജിൻ നല്ല ചീക്ക് ചൂടായി കേട്ടാ. എനിക്ക് തോന്നുന്നു 150 cc ഏറ്റവും കൂടുതൽ ഹീറ്റാവുന്ന എൻജിൻ നമ്മളെ V3 എൻജിനാണ്. മീൻസ് V3 MT അങ്ങനെ ആ ഒരു സീരീസ് എൻജിനുണ്ടല്ലോ, അതാണ് 150 cc ഏറ്റവും കൂടുതൽ ഹീറ്റാവുന്നത്. കാരണം 150 cc ഇത്രയും പെർഫോമൻസ് വരുന്ന എൻജിനല്ല, ഹൈ റോവിങ് എൻജിനാണ്. അപ്പം നല്ല രീതിക്ക് ഹീറ്റാവും. ലിക്വിഡ് കൂൾഡൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. ഓയിൽ കൂളിലൊന്നും നിൽക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ സൺസെറ്റ് മഴക്കോൾ ചതിച്ചിട്ടുണ്ട് കേട്ടോ. മഴക്കോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അതോ ആ ഒരു മലയുടെ മുകളിലോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബാക്ക് വശം. പക്ഷേ ഉറപ്പായിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം കൺഫേമായി. പോവും വേണ്ട. ഓക്കെ, ഞാൻ വിചാരിച്ച് പോകാൻ പറ്റില്ലായിരിക്കും എന്ന്. പക്ഷേ കുണ്ടും കുഴി കുണ്ടും കുഴി കുണ്ടും കുഴി 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 കുണ്ടും കുഴി കുണ്ടും കുഴി കുണ്ടും കുഴി 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 കുണ്ടും കുഴി കുണ്ടും കുഴി കുണ്ടും കുഴി 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 കുണ്ടും കുഴി 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 കുണ്ടും കുഴി. ഇവിടെ 2 ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതാ ഫസ്റ്റ് ക്ഷേത്രം, ഇത് ചെറുത്. ഇനി മേലൊരു മെയിൻ ഒരെണ്ണമുണ്ട്, അതാണ് മെയിൻ. നമ്മളവിടെ തുറന്ന് എൻട്രൻസിലോട്ട് കയറി കേട്ടാ. ഇതാണ് എൻട്രൻസ്. വഴി കുറച്ച് മോശമാണ്. ഈ ഒരു കുന്ന് മുഴുവൻ കയറി പോണം. അങ്ങ് മുകളിൽ മുഴുവനായിട്ട് വണ്ടി പോകില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നടക്കണം, കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ സൺസെറ്റ് 5:23 എത്ര മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്? എൻ്റെ വണ്ടിയുടെ റേഡിയേറ്റർ ഓണായി കേട്ടാ. പരിപ്പിളവി വണ്ടിയുടെ ഭാഗത്തിൻ്റെ. അവിടെ കൊണ്ടുവച്ച് നിനക്ക് കുറച്ച് റെസ്റ്റ് തരാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ഫസ്റ്റിലേ പോവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഉണ്ട്, അത് അടിപൊളിയാണ്. കിണ്ണ സ്ഥലമല്ലേ, കിടന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഞാൻ പോണ സ്ഥലം മുകളിലോട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വേറെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ഞാൻ അതിവിടെ കാണിച്ചു തരാം. വണ്ടിയുടെ കോണും പാടം അതൊക്കെ പോകും. അതുകൊണ്ട് ഈ വഴി കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ട ആ ഒരു വ്യൂ ഉണ്ട്. അത് പഴയൊരു പാറക്കോറയാണ് കേട്ടോ. ഇത് 4 ചുറ്റും വലിയ പാറയാണ്, ഏക്കർ കണക്കിന് പാറയാണ്. ഇതിൻ്റെ ബാക്കിലും ഉണ്ട് ഒരു പാറ. ബാക്ക് സൈഡ്, ആ സൈഡ് എല്ലാം പാറയാണ്, മൊത്തം പാറയാണ് ഈ ഒരു ഏരിയ. എൻ്റെ പഴയ ഒരു വണ്ടീനെ പറ്റിയുള്ളൊരു റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 വർഷം കണ്ടായപ്പോൾ ഉള്ളൊരു റിവ്യൂ. പിന്നെ അതിലാണ് ഞാൻ ആ ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിക്കേറ്റർ ഓടിക്കാത്തതിൻ്റെ കേസ് ആക്സിഡൻ്റ് ആയപ്പോൾ. അപ്പം അതൊക്കെ ഇവിടെ വെച്ചാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെച്ച് അല്ലാതെ കുറേ സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പോണത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ താഴെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലവും ഒരു രക്ഷയില്ലാത്ത സ്ഥലവും. ഇനി ഇവിടെ പച്ചപ്പ് വരാം കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പച്ചപ്പ് വരുമ്പോൾ സൂപ്പറാണ്. ഇവിടെ എല്ലാം പച്ച പതച്ച് കിടക്കും, നല്ല രസമാണ്. ഇതെങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അവിടെ ഒരു പൊന്മാനൊക്കെ ഇരിക്കുന്നത്.
ഇതാണ് കേട്ടോ ആ ഏരിയ ഞാൻ പറഞ്ഞത്. ഞാൻ സൺസെറ്റ് കാണാൻ വന്ന സ്ഥലത്തിൻ്റെ താഴത്തെ ആ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. നേരെ സൺസെറ്റ് കാണാൻ വന്ന്, പക്ഷേ സൺസെറ്റ് കാണാൻ വന്നതിൻ്റെ ഈ കാണുന്ന കണ്ട ഇത് മൊത്തം കാർമേഘമാണ്. പണി പാലും വെള്ളത്തിൽ കിട്ടി, ഇത് മൊത്തം കാർമേഘമാണ്. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല. എങ്കിലും ഒന്ന സ്ഥിതിക്ക് ഇവിടം വരെ വരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ആണ്ടാ അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല രസമാണ് സ്ഥലം മൊത്തം കാണാനായിട്ട്. നമുക്ക് മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അയ്യോ എന്തൊരു മഴക്കോള് പറഞ്ഞൊക്കെയാണ്, ഒട്ടുക്കത്തെ മഴ പെയ്യും കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ പെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ കയറ്റം. ഇവിടം തൊട്ട് കയറ്റം ആരംഭമായിരിക്കുന്നു. ഒടുക്കത്തെ ഒരു 1.5 കയറ്റമാണ്. നടന്ന ഒരു പ്രാവശ്യം നമ്മളിവിടെ ഇവിടുത്തെ മുകളിലത്തെ അമ്പലത്തിൽ മറ്റേ അന്നദാനം കഴിക്കാനായിട്ട് വന്ന്. അത് നട്ടുച്ച സമയത്തല്ലേ അന്നദാനം, 12 മണി ഒരു സമയത്തല്ലേ. എൻ്റെ പൊന്നോ, വന്ന് കയറി അങ്ങ് എത്തിയപ്പോഴത്തേക്കും തളർന്ന് നാറി വിയർത്ത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പോണത് അവിടെ ഒരു ശൂലം പോലൊരു സാധനം കണ്ടോ, ഇത് കാണത്തില്ല. ഞാൻ അവിടെയാണ് പോകണം കേട്ടോ. ഇത് മൊത്തം കോറി ഏരിയയാണ്, മൊത്തം മലയാണ് കേട്ടോ. ഒരൊറ്റ മല കണക്ഷനായിട്ട് ഇങ്ങനെ കിടക്കണതാണ്. കയറിയിട്ടും ഒത്തല്ല എടുത്തോ, താഴത്തുള്ളതൊക്കെ ഒരു വ്യൂ പോയിക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ വന്ന കാര്യം. ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും നടുവൊക്കെ വെള്ളമായി, കാലൊക്കെ ഒരു വഴിയായി. അതോ നട്ടുവച്ചായതുകൊണ്ട് വിയർത്ത് കുളിച്ച് പണ്ടാരടങ്ങിയതാണ്ട് ഈ ക്ഷേത്രം കേട്ടോ. ഇതിലാണ് നമുക്ക് ഇവിടം വരെ വണ്ടി വരുള്ളൂ. ഈ ക്ഷേത്രത്തിൽ ഒരാളുടെ വഴിയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി നടന്നു പോകണം. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം. ഇതാണ് അമ്പലം, ഇവിടുത്തെ ക്ഷേത്രം. ഇവിടെ നിന്ന് മുകളിൽ ഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് താഴോട്ടുള്ള വ്യൂ അടിപൊളിയാണ്. ഇനി ഇതുവഴി നമുക്കിങ്ങനെ നടന്ന് മുകളിലോട്ട് പോകണം. ഇതാണ് അമ്പലം. അമ്പലത്തിന് താഴോട്ടുള്ള വ്യൂ കണ്ട, മഴക്കോളുണ്ട. തളർന്നു പോയി കേട്ടാ. അമ്പോ അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ എത്താറായിട്ടുണ്ട്. മഴ പെയ്ത എൻ്റെ കാര്യം കട്ടപ്പൊക്കെയോ. താഴെ കൂടെ വണ്ടികൾ പോണ് റോഡാണ് കേട്ടോ, മെയിൻ റോഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആലോചിച്ചൊക്കെ ഇവിടെ നിന്നുകൊണ്ടൊരു സൺസെറ്റ് കാണുക എന്ന് പറയണത് എന്ത് ബ്യൂട്ടിഫുള്ളായിരിക്കും. പക്ഷെ എനിക്കതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യം കൊള്ളാം കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് നടന്ന് കയറി വന്നു. മഴക്കോളുണ്ട്, അതിപ്പോഴും പോവാതെ അതുപോലെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കയറി ഇവിടെ നിന്ന് ഈ മലയുടെ കൊണ്ടുവന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. അവിടെ എന്തോ ഒരു കെട്ടിടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നത് എന്തോ കെട്ടിടം വരുന്നതാണ്. നല്ല രസമല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നൊരു സൺസെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് വന്നിരുന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അവിടെ ഒരു ശൂലം കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. മഴക്കോളുതാ, ഇത്രയും മഴക്കോളുതാ ഇവിടെ നിന്നിട്ടും എൻ്റെ ലക്ക് കേട്ടോ. ഞാൻ ഇത്രയും ട്രാഫിക്കിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് കേട്ടോ എനിക്കിത് കാണാൻ പറ്റിയത്. സൺസെറ്റ് എനിക്ക് സൂര്യൻ ഇതാ കാണിച്ചു തന്നിരിക്കുന്നു. താങ്ക് യു സൂര്യൻ, ഒരുപാട് നന്ദി. ഹാപ്പിയാണ് കേട്ടോ. വന്നതിൽ എനിക്ക് സൺസെറ്റ് കാണാൻ പറ്റിയല്ലോ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം ഒരു ശൂലവും വെച്ചിട്ടുണ്ട് ശ്രീമുരുകൻ എന്നൊക്കെ എഴുതിയിട്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കോളേജ് പറഞ്ഞില്ല, ഇത് കാണുന്നതാണ് കേട്ടോ. കാണുന്നതാണ് കോളേജ്, ഒരു കോളേജാണ് കേട്ടോ. നല്ല അടിപൊളി കേട്ടോ. ബാക്കിലിതാ അന്യായ മഴക്കോളും, ഇതാ അടിപൊളി ഒരു സൺസെറ്റും. എൻ്റെ മോനെ കിടുക്കൻ തന്നെ കേട്ടോ. അതൊരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്ന തിരക്കിലും ഒക്കെ ചാടിയിട്ടേ വന്ന് കാണാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത് മഴക്കോള്. പക്ഷേ എന്തോ ലക്കിന് എനിക്ക് കാണാൻ പറ്റി. വേണ്ട, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു ഒറ്റ പോക്കാൻ പോകും. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ അയ്യോ കണ്ട, താഴെ ഒരു പാറ കുളമാണ്. ഞാൻ നേരത്തെ വന്നില്ലേ, നേരത്തെ ഞാൻ കയറി പോയതുകൊണ്ട് അതുവഴി ഇറങ്ങിയിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ പോയത്. അതിൻ്റെ കട്ട് ചെയ്ത് അതല്ല താഴെ കൂടെയാണ് കേട്ടോ പോയത്. ഇത് ഞാൻ മേലിൽ കയറി എത്തിയിട്ട് രണ്ടാമത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അതാണ് ഞാൻ താഴെ കൂടെയാണ് ഫസ്റ്റ് പോയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ശൂലം, മഴക്കോള്, സൂര്യൻ ഇതാ പിന്നെയും മേഘം മറഞ്ഞിട്ട് കുഴപ്പമില്ല. മേഘം ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കിത് കാണാൻ പറ്റും പിന്നീട്.
അതുകൊണ്ട് ആ കാണുന്നൊരു കോറയാണ് കേട്ടോ. ഇപ്പോൾ പണി നടക്കണില്ല. പണി നടക്കുകയാണെങ്കിൽ നമുക്കിവിടെ കയറാൻ പറ്റില്ല. ഇവിടെ മാർക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കോറിയാണ്. ആ കാണുന്നത് ഒരു കോറിയാണ് കേട്ടോ. ആണ്ട് ആ കാണുന്നൊരു കോറിയാണ്. വഴി കോറിയിലോട്ട് പോകണ വഴിയുണ്ട. അടിപൊളിയായിട്ടോ, രക്ഷയില്ല. ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഈ ഒരു മലയുടെ നടുക്കിരുന്ന് ഇവിടെ സൺസെറ്റ് ആസ്വദിച്ച് ഒരു ചായയും കൂടെ കിട്ടിയിരുന്നത് നൈസായിരുന്നു തന്നെ അല്ലേ. ചായയൊന്നും നമ്മൾ എടുത്തില്ല. താഴെ നോക്കാതെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുഴിയിലൊക്കെ ചെന്ന് ചാടി കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാടാണ് കേട്ടോ. ഇവിടെ കാട് ഏരിയയാണ്. കാടാണെങ്കിലും താഴോട്ട് ഇതുണ്ട്, എന്തിനാണ്, കുഴിയാണ്, പാറയാണ്. അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊക്കെ പോവാം. അവിടം വരെ പോയി നോക്കിയിട്ട് വരാമേ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അവിടെ 360 വ്യൂവും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഡ്രോണൊന്നുമില്ല, നമ്മളെ സെൽഫി സ്റ്റിക്ക് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഈ പാറയിലുള്ള അവസ്ഥ. നല്ല തണുത്ത കാറ്റും മഴക്കോളിൻ്റെ ഇതും വരുന്നുണ്ട്. മഴക്കാറ് കൊണ്ട് അവിടുത്തെ അവിടെയായിരുന്നു സൂര്യൻ അണഞ്ഞു പോയി കേട്ടോ. സൂര്യൻ്റെ വിളക്ക് അണച്ചളഞ്ഞ്. എങ്കിലും സൂര്യൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 4 ചുറ്റെന്തോ അവിടെ എന്തോ വരുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാൻ വയ്യ. ഓക്കേ, നടന്നുകൊണ്ട് അത് കോളേജാണ്. ആ കാണുന്നത് ആ കോളേജ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. അതവിടെ ഒരു മരം നിൽക്കണം. നല്ല രസമുണ്ടല്ലേ ആ മരം കാണാനായിട്ട്. അവിടെ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പണിക്കാരിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ മലയിൽ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:44 കേട്ടോ. ഇങ്ങോട്ടും ഇതേ അവസ്ഥ തന്നെ. താഴെ ഒരു കുഴി ഉണ്ട്. അവിടെ സൺസെറ്റ് താഴെ കുഴി തന്നെ കേട്ടോ. പോയി നമുക്ക് വെട്ടമൊക്കെ പോയി കേട്ടോ. മഴക്കോള് കാരണം വെട്ടമൊന്നുമില്ല. അതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റണില്ല. ഫോണിൽ എനിക്ക് നല്ല രീതിക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആണ്ടേ അന്യായ മഴക്കോളാണോ, അന്യായ മഴക്കോള്. പക്ഷേ ഇവിടെ നേരത്തെ സൂര്യൻ എനിക്ക് വേണ്ടി ശകലം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും കാണിച്ചു തന്നല്ലെങ്കിൽ നീ ഇത്രയും ദൂരം വന്നതല്ലേ, നീ ശകലം ഒന്ന് കണ്ടിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഒരുപാട് തേങ്ക്സ്. പോയെന്ന് തോന്നുന്നു, ഇനി വരുമെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് മൂടി ഉണ്ട്. ഇവിടെ നിന്നുള്ള കാർമേഘം മൊത്തം അങ്ങോട്ട് പോയി. ഇവിടെ ആരും ഇല്ല. നമുക്കിങ്ങനെ പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റും ഒറ്റയ്ക്ക്. നമുക്ക് അവിടെ സ്കൂളിൽ മീൻസ് ആ കോളേജിൽ വരുന്ന പിള്ളേർ മാത്രം ആ ടൈമിൽ ഇവിടെ വന്നിരിക്കുകയുള്ളൂ. ഇപ്പോൾ അവരെയും കാണുന്നില്ല. അവിടുത്തെ മഴക്കോള് ഏറെക്കുറെ അങ്ങ് പോയി കേട്ടോ. ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. രക്ഷയില്ല. ഞാൻ സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു വാക്കറൗണ്ട് വീഡിയോ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരാം. 360 ഡിഗ്രിയിലെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് പറയും. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നിന്നവരാണ് നേരത്തെ അസ്തമയം കണ്ടത്. ഇപ്പോൾ കാണാൻ പറ്റണില്ല. മഴ പെയ്യണേ, മഴ പെയ്യണേ. ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, കുഴി കണ്ടോ, കുഴി കണ്ടോ. നൈസിന് ഇവിടെ നിന്ന് ചലിക്കാൻ കേട്ടോ. ആ മഴ ഇവിടെ പെയ്ത് തുടങ്ങി കേട്ടോ. മഴ കാർ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് കാറ്റടിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്നു. അവിടെ കാണുന്നത് മൊത്തം മഴയാണ്, ഭയങ്കര മഴയാണ്. അവിടെ അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് അത്രത്തോളം അറിയാൻ പറ്റില്ല. പക്ഷേ താഴെ കൊണ്ട് അവിടെ ഒടുക്കത്തെ മഴ ഒന്നും കാണാൻ പോയി. ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈസിനെയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി. അവിടെ നിന്നൊക്കെ നൈസിനെയൊക്കെ താഴെ ചാടി കേട്ടോ. മഴ ചതിച്ച് അവിടെ നിന്നപ്പോൾ അത്രത്തോളം മഴയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ കേട്ടോ. ഇനിയിപ്പം മഴ തോന്നിട്ട് ഞാൻ ഈ ഒരു മരത്തിൻ്റെ മൂട്ടിലിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയാലും നനയും. നോക്കട്ടെ തോരുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ തണൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി നനഞ്ഞ്. ഇനിയിപ്പം കുഴപ്പമില്ല, ചെയിൻ ലൂബൊക്കെ ചെയ്തതാണ്. ഇനി പിന്നെ അഴുക്കും തൊളിയൊക്കെ ആവും പിന്നെ. അപ്പോൾ എന്തായാലും മഴ തോന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ സൂര്യാസ്തമയം കാണാൻ പോകുന്ന യാത്ര എന്ന് പറയുന്നത്, അതായത്
ഇന്നത്തെ നമ്മളെ സൺസെറ്റ് റൈഡ് മഴ കൊണ്ടുപോയിട്ടാ, വെള്ളത്തിലായി എന്ന് പറയില്ല അതുപോലെ ആയിപ്പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.